ഹായ് ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് HTML ടെസ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിനെ കുറിച്ചാണ്. നമുക്ക് ഇത്ര ടെസ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് എല്ലാ ടാഗും നോക്കാം. ആദ്യത്തെ ടാഗ് എന്ന് പറഞ്ഞാൽ ബോൾഡ് ടാഗാണ്. ഞാൻ ഇവിടെ സ്റ്റാർട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബോൾഡ് ടാഗ് വന്നിട്ടുണ്ട്. നമുക്കൊരു ബോൾഡ് ടാഗ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ അവിടുത്തെ സമോളൊക്കെ എടുത്ത് കളഞ്ഞു. നമ്മൾ ബോഡിയുടെ ഉള്ളിൽ മാത്രമാണ് ടെക്സ്റ്റ് എഴുതുന്നത്. ബി ടാഗ് ഇട്ടിട്ട് ഹലോ വേൾഡ് എന്ന് എഴുതിയാൽ ആ ബോൾഡിൽ കാണാനായിട്ട് പറ്റും. ബോൾഡ് ടാഗിന് സെയിം ആയിട്ടുള്ള ടാഗാണ് സ്ട്രോങ് ടാഗ്. ഈ സ്ട്രോങ് ടാഗിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രൗസറിൽ കുറച്ചും കൂടി സ്ക്രീൻ റീഡേഴ്സിനെ കുറച്ചും കൂടി റെക്കഗ്നൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനാണ് നമ്മൾ സ്ട്രോങ് ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സ്ട്രോങ് ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടാഗ് ഇറ്റാലിക്കാണ്. ഇറ്റാലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റാലിക്കായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ടാഗാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹലോ വേൾഡ് ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഐ ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റാലിക് കാണാം. അപ്പോൾ ഇതിന് സെയിം ആയിട്ടുള്ളൊരു ടാഗാണ് നമ്മുടെ എംഫസൈസ് ടാഗ് എന്ന് പറയുന്നത്. EM ആണ് അതിന് യൂസ് ചെയ്യുന്നത്. ഇതും സ്ക്രീൻ റീഡേഴ്സിന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കാണാനും നമ്മുടെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഈ വേർഡ്സ് കുറച്ചും കൂടി കീവേഡ്സ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഇങ്ങനത്തെ ടാഗുകൾ പ്രത്യേകം എംഫസൈസ് സ്ട്രോങ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് സെയിം തന്നെയാണ്. ഐ ടാഗും എംഫസൈസും സെയിം തന്നെയാണ്. ബട്ട് ഇത് സ്ക്രീൻ റീഡേഴ്സിന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് കാണും. അത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾക്കപ്പോൾ W3 സ്കൂളുണ്ടായിരിക്കും ഡോക്യുമെൻറ്റേഷനും വന്ന് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാനിപ്പോൾ സ്പീഡിലാണ് എല്ലാം പറയുന്നത്. നെക്സ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ മാർക്ക് ടാഗാണ് കേസ്. മാർക്ക് ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പെസിഫിക് ആയ സംഭവം മാർക്ക് ചെയ്ത് കാണിക്കുക. നമ്മളിപ്പോൾ സോഷ്യൽ ടെസ്റ്റിലൊക്കെ ഒരു സ്കെച്ച് വെച്ചിന് മാർക്ക് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടാണ് സംഭവം യൂസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ കളറൊക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് മാറാൻ പറ്റത്തില്ല. എന്താ കാരണം നമുക്ക് നോക്കാം. ടൈപ്പ് ഡോക്സിൽ പോയിട്ട് നമ്മൾ HTML ഡോക്യുമെൻറ്റേഷനിൽ മാർക്ക് ടാഗ് നമ്മൾ എടുത്ത് നോക്കുന്നുണ്ട്. ബട്ട് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല, എന്നാൽ ഗ്ലോബൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. വേറെ പ്രത്യേകിച്ചുള്ള ആട്രിബ്യൂട്ട്സ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റൈൽ എന്നുള്ള സംഭവം ഉണ്ടായി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ സ്റ്റൈൽ കളർ ബ്ലൂ ആക്കി കഴിഞ്ഞാൽ കളർ മാറി ബ്ലൂ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റൈൽ എന്ന് പറഞ്ഞ സംഭവം CSS ആണ്. അപ്പോൾ CSS എടുക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ കളർ മാറ്റാൻ പറ്റും. അങ്ങനൊരു കോൺസെപ്റ്റൊക്കെയാണ് ഇത്. ഈ യെല്ലോ മാത്രമല്ല, വേറെ കളേഴ്സ് നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും. ബ്ലൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ വയ്ക്കാൻ പറ്റും. നമുക്ക് RGBയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാ കളേഴ്സും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് സ്റ്റൈൽ യൂസ് ചെയ്യണം. അപ്പോൾ സ്റ്റൈലിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ സ്മോൾ ടാഗാണ്. വേറെ ഒന്നുമില്ല, സ്മോളായിട്ട് ടെക്സ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് സ്മോൾ ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ടാഗാണ്. അപ്പോൾ DEL ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഡിലീറ്റ് ചെയ്ത പോലെ ഒരു വര ഇങ്ങനെ വരും ടെക്സ്റ്റുമേ. നെക്സ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ടാഗാണ്. ഇൻസേർട്ട് ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ INS ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഇൻസേർട്ട് ടാഗ് ജസ്റ്റ് അതിൻ്റെ അടിയിലൊരു അണ്ടർലൈൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റാണ്. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്റ്റും സൂപ്പർ സ്ക്രിപ്റ്റും എന്താണെന്ന് നോക്കാം. ജസ്റ്റ് പ്രിൻ്റ് അയക്കുമ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് എന്താ കാണാൻ നോക്കാം. അതായത് ഇത് ഒരു ടെക്സ്റ്റ് അടിയിൽ ഒരു ടെക്സ്റ്റ് മുകളിലാണ് കാണാം. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് H2O എന്ന് നമ്മൾ എഴുതിയിട്ട് റൺ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഒരാൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെയല്ല ശരിക്കും നമ്മുടെ H2 വരേണ്ടത് അല്ലേ. 2 അടിയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് സബ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ H_2 അത് കഴിഞ്ഞ് സബ് ക്ലോസ് ചെയ്യുക, O എന്ന് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് H2O എന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ട് H2O എന്ന് വരുന്നതായിരിക്കും. ഇതുപോലെ തന്നെയാണ് സൂപ്പർ സ്ക്രിപ്റ്റും യൂസ് ചെയ്യുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ X² എന്ന് പറയില്ലേ. അപ്പോൾ X² എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ ഇടും, അല്ലെങ്കിൽ എന്താ ചെയ്യുക, ഒരു ആരോ ഇട്ടിട്ടാണ് നമ്മൾ സ്ക്വയർ ഇടുക അല്ലേ സാധാരണ. അപ്പോൾ ഇത് HTML ചെയ്യാൻ വേണ്ടിയിട്ട് SUP ദെൻ 2 ഇട്ടിട്ട് സൂപ്പ് ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ SUP ടാഗ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് S² നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത്രയാണ് നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻസ് ആണ്. അപ്പോൾ ഇത് ഞങ്ങൾ വായിച്ചു നോക്കുക, മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ നോക്കാന്നുള്ള കാര്യങ്ങളുള്ളൂ. ഇതിൽ കുറച്ച് കൊട്ടേഷൻ ടാഗ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അത് ഫസ്റ്റ് ബ്ലോക്ക് കോഡ്സ് ആണ്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെക്സ്റ്റ് സെൻട്രലായിട്ട് വരും. കറക്റ്റ് മാർജിനൊക്കെ കറക്റ്റ് എടുത്ത് സെൻട്രലായിട്ട് വരും. ഞാനിവിടെ കാട്ടിത്തരാം. ഏകദേശം കറക്റ്റ് മാർജിനാണ് ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്നൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ മാർജിൻ പാഡിങ് സംഭവങ്ങളൊക്കെ നമ്മൾ CSSലാണ് നോക്കത്തുള്ളൂ. നിങ്ങൾ അതൊന്നും കേട്ട് പേടിക്കേണ്ട. അതായത് രണ്ട് സൈഡിൽ ഈക്വലായിട്ട് ഡിസ്റ്റൻസ് എടുത്തിട്ട് വരുന്നതാണ് കൊട്ടേഷൻ ടാഗ്. പിന്നെ Q ടാഗ് ഉണ്ട്. Q ടാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതാണ് നമ്മുടെ Q ടാഗ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ കാട്ടിത്തരാം. Q ടാഗ് ഇടുക, ദെൻ ഹലോ വേൾഡ് എന്ന് എഴുതുക, Q ടാഗ് ക്ലോസ് ചെയ്യുക, ദെൻ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് സാധാ ഹലോ വേൾഡ് എന്ന് ഇട്ട് നോക്കാം.
സാധാ ഹലോ വേൾഡ് എന്നിടുമ്പോൾ അത് വേറൊരു ഡബിൾ കോട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. സോ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കുക. ഇതും രണ്ടും വേറെ വേറെയാണ്. ഡബിൾ കോട്ട്സ് ഇടുന്നതും ക്യൂ ടാഗ് ഇടുന്നതും വേറെ വേറെയാണ്. ഓക്കെ, ജസ്റ്റ് ആ ഒരു കുനിപ്പിനൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. പിന്നെ നമുക്ക് ഇനി പഠിക്കാനുള്ളത് ABBR എന്നുള്ള ടാഗാണ്. ABBR എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ ടെക്സ്റ്റും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിനെ ടെക്സ്റ്റിൻ്റെ ഇപ്പോൾ ഒരു ഫുൾ ഫോം ആണെങ്കിൽ ഫുൾ ഫോം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിൽ അതിൽ ഇടാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഇവിടെ ബക്സ്റ്റാർ ഗെയിമിംഗ് എന്നിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ABBRൻ്റെ ഉള്ളിൽ ആട്രിബ്യൂട്ടായിട്ട് ടൈറ്റിൽ നിന്ന് കൊടുക്കുകയാണ്. ടൈറ്റിൽ ഞാൻ ഓണർ സഞ്ജയ് ജസ്റ്റ് കൊടുക്കുകയാണ്. ഓക്കെ, അത് ജസ്റ്റ് റൺ ചെയ്യിപ്പിച്ചിട്ട് ആ ബക്സ്റ്റാർ ഗെയിമിങ്ങിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിങ്ങനെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഓവർ ചെയ്യുമ്പോൾ, അതായത് മൗസ് കൊണ്ടുവരുമ്പോൾ ഒരു ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ABBR എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടാഗ് എന്ന് പറഞ്ഞാൽ അഡ്രസ് ടാഗാണ്. അഡ്രസ് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അഡ്രസ് ടാഗിൻ്റെ പേര് പോലെ തന്നെ അഡ്രസ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അഡ്രസ് ടാഗിൻ്റെ ഉള്ളിൽ എഴുതുന്ന എന്ത് സംഭവങ്ങളും ഇറ്റാലിക്കായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് ഓരോ അഡ്രസ്സ് ഇങ്ങനെ എഴുതിയതിന് ശേഷം BR8 ഇങ്ങനെ അടിയിലേക്ക് എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ അഡ്രസ് ടാഗ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സുകളൊക്കെ നമുക്ക് ബ്രൗസറിന് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കണ്ടെത്താനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ടാഗുകൾ പ്രത്യേകം യൂസ് ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ ടാഗാണ്. ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ടെക്സ്റ്റ് മാത്രം ഇങ്ങനെ ഇറ്റാലിക്കായിട്ട് നമുക്കൊരു പാരഗ്രാഫിൽ കാണിക്കാൻ പറ്റും. അതിലിപ്പോൾ ഞാൻ ഇവിടെ സഞ്ജയ് ഈസ് ഇവിടെ സൈറ്റ് ടാഗ് ഇട്ടിട്ട് ബക്സ്റ്റാർ ഗെയിമിംഗ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സൈറ്റ് ടാഗ് ക്ലോസ് ചെയ്യുക, P ടാഗ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കിവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ബക്സ്റ്റാർ ഗെയിമിംഗ് എന്ന് പറഞ്ഞ സംഭവം മാത്രം ഇറ്റാലിക്കിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സൈറ്റ് ടാഗ് എന്ന് പറഞ്ഞ ടാഗ് യൂസ് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഇനി പഠിക്കാനുള്ളത് വീഡിയോ എന്ന് പറഞ്ഞ ടാഗാണ്. അതായത് ഒരു ടെക്സ്റ്റിനൊക്കെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഡയറക്ഷൻ മാറ്റി എഴുതാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് ഗൈസ്. ഓക്കെ, ഞാനിവിടെ ടെക്സ്റ്റ് മാറ്റാം. വീഡിയോ, ദെൻ ഡയറക്ഷൻ കൊടുക്കാം. ഡയറക്ഷൻ എന്നാണ് ഈ ആട്രിബ്യൂട്ട്. അതിൻ്റെ ഉള്ള വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ RTL ആണ്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ സഞ്ജയ്സ് ബക്സ്റ്റാർ ഗെയിമിംഗ് ജസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ അവിടെ ഒരു പേര് കൊടുക്കുകയാണ്. ജസ്റ്റ് ഈ രണ്ട് പേരും അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാലും ഒരേപോലെ വരുന്ന പേരുകളാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, സെറ്റ് സംഭവമല്ലേ, അതായത് നേരെ ഓപ്പോസിറ്റ് പേര് വരും. ഓക്കെ, അതിനാണ് ഈ സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ പേര് ഇങ്ങനത്തെ പേരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, സോ നമുക്കിനി അടുത്തായിട്ട് പഠിക്കാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബക്സ്റ്റാർ ഗെയിമിംഗ് തൊടുമ്പോൾ എൻ്റെ ചാനലിൽ പോകണം. ഓക്കെ, അതിനെ പറയുന്ന ടാഗാണ് ആങ്കർ ടാഗ്. ആങ്കർ ടാഗിനെ കുറിച്ചൊരു പ്രത്യേക വീഡിയോ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും. സോ ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാട്ടിത്തരാം. എൻ്റെ ചാനലിൽ പോയിട്ട് ഞാനിവിടെ എൻ്റെ കോപ്പി ലിങ്ക്, ഞാൻ ചാനലിൻ്റെ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒരു ആങ്കർ ടാഗ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങളിത് മനസ്സിലായില്ലെങ്കിൽ പേടിക്കണ്ട. എന്നിട്ട് HRF എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ ഇവിടെ ബക്സ്റ്റാർ ഗെയിമിംഗ് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ജസ്റ്റ്. ദെൻ റൺ അടിച്ചിട്ട് ബക്സ്റ്റാർ ഗെയിമിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും വരില്ല, കാരണം ഇത് W3 സ്കൂളാണ്. സോ ഞാൻ ഈ കോഡും ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മുടെ നോട്ട് പാഡിൽ കൊണ്ട് ഇടുന്നുണ്ട്. ഈ ആങ്കർ ടാഗിനെ കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ പേടിക്കുക വേണ്ട. നെക്സ്റ്റ് വീഡിയോ മൊത്തം ആങ്കർ ടാഗാണ്. ആങ്കർ ടാഗിനെ കുറിച്ചൊരു വലിയൊരു സംഭവം തന്നെ പറയാനുണ്ട്. ഓക്കെ, ഞാൻ ഈ നോട്ട് പാഡിൽ കോപ്പി ചെയ്തിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് Ctrl+Shift+C ഞെക്കി കഴിഞ്ഞാൽ പാത്ത് കോപ്പി ആവും. അതിനുശേഷം ലിങ്ക് ജസ്റ്റ് ആ ഡബിൾ കോട്ട്സ് കളഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാതെ ബൈ ബൈ.